രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും കനത്ത മഴ തുടരുന്നുവെന്ന് വിവിധ ബ്യൂറോകളുടെ റിപ്പോർട്ടുകൾ പറയുന്നു. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. പശ്ചിമ ബംഗാളിലെ സിലിഗുരിയിൽ നിന്ന് ഒരു വാർത്ത വരുന്നുണ്ട്. പലയിടങ്ങളിലും അവിടെ ഉരുൾപൊട്ടി എന്നാണ് നമ്മുടെ ബ്യൂറോ അറിയിക്കുന്നത്. പ്രദേശവാസികളോട് ജാഗ്രത പാലിക്കാൻ അധികൃതർ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. സിലിഗുരിയിൽ നിന്ന് ഞങ്ങളുടെ വിദേശകാര്യ ലേഖകൻ പി ജെയിംസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. സിലിഗുരിയിൽ നിന്ന് ഗാംഗ്ടോക്കിലേക്ക് പോവുകയാണ് ഞങ്ങൾ. ഇതിനിടയിലാണ് പല സ്ഥലത്തും ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്നു. ഒരുപാട് സ്ഥലത്ത് മല ഇടിഞ്ഞു വീണിരിക്കുന്നു. റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു. വലിയ മഴയാണ് വെസ്റ്റ് ബംഗാളിലെ സിലിഗുരി മുതൽ ഗാംഗ്ടോക്ക് വരെയുള്ള മേഖലകളിൽ. അവിടുത്തെ നദി ടിയസ്റ്റ നദി അടക്കം കരകവിഞ്ഞൊഴുകുകയാണ്. പലയിടത്തും കെട്ടിടങ്ങളെല്ലാം ഒലിച്ചുപോയി, റോഡ് തകർന്നു, പാലങ്ങൾ തകർന്നു. ഈ രീതിയിൽ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പലയിടത്തും വെള്ളപ്പൊക്കം രൂക്ഷമാവുന്നു. നദികൾ കരകവിഞ്ഞൊഴുകുന്നു. ഇപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യുന്ന സിലിഗുരി മുതൽ ഗാംഗ്ടോക്ക് വരെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ ടിയസ്റ്റ നദിയാണ് ഈ കാണുന്നത്. അതിൻ്റെ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ മാറി താമസിക്കുകയാണ്. വനത്തിൽ നിന്ന് ഉരുൾപൊട്ടലുണ്ടായി മണ്ണിടിഞ്ഞ് വീണ് ആ പ്രദേശം മുഴുവൻ ഒരുപാട് സ്ഥലത്ത് വാഹനങ്ങൾ യാത്ര ചെയ്യാൻ പറ്റാതെ കിലോമീറ്ററോളം ബ്ലോക്കായി കിടക്കുകയാണ്. റൂട്ട് മാറ്റി വിടേണ്ടി വരുന്നു. എന്തായാലും സിലിഗുരിയെ സംബന്ധിച്ചിടത്തോളം ഒപ്പം തന്നെ ഗാംഗ്ടോക്ക്, സിക്കിം മേഖലകളൊക്കെ വലിയ വെള്ളപ്പൊക്കത്തിൽ പെട്ടിരിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നല്ല മഴയുണ്ട്, കനത്ത മഴയാണ്. ഒരുപക്ഷെ കാലാവസ്ഥ വ്യതിയാനമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ ചിന്തിക്കാൻ പറ്റുന്ന വിധം ഒരു ദിവസം പെയ്യുന്ന മഴ സാധാരണ ഒരു മാസമൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ പെയ്തിരുന്ന മഴയാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. കാലവർഷം വന്നുകൊണ്ടിരിക്കുന്നു. ഇനി മഴ കൂടുതൽ ശക്തമാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ഡൽഹിയിലും മറ്റു പ്രദേശങ്ങളിലൊക്കെ കടുത്ത ചൂടുണ്ടായിരിക്കെ തന്നെ ഈ സിക്കിമിലേക്കും അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിന്റെ പല ഭാഗങ്ങളിലേക്ക് സിലിഗുരി മേഖലകളിലേക്കൊക്കെ കനത്ത മഴയുണ്ടായിരിക്കുന്നു എന്നാണ് നമുക്ക് ബോധ്യമാവുന്നത്.